ഹരി, കഴിഞ്ഞ ദിവസം പണിയെടുക്കുന്ന ചേച്ചിമാര് പറഞ്ഞില്ലേ, ചില ആളുകള് കള്ളുകുടിച്ച് പാടത്ത് വന്ന് കിടക്കാറുണ്ടെന്ന്. ഇനി അങ്ങനെ വല്ലവരും ആയിരിക്കോ? ഇവിടുത്തെ സമീപവാസികൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവരെയൊക്കെ ഭാർഗവൻ സാറ് നന്നായിട്ട് അറിയാലോ. മാത്രമല്ല പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കറക്റ്റ് അല്ലേ? പക ഒടുങ്ങിയിട്ടില്ല, അതിന്റെ ലക്ഷണം ഈ വരവ്. ഹരി, അത് നോക്കിയേ. നീ നട്ടതൊക്കെ ഒരിക്കൽ ഞാൻ പറിച്ചെടുക്കും, വേരോടെ. ഇനി സംശയമൊന്നും വേണ്ട, ജീവൻ തന്നെയാ. പറയാനുള്ളതൊക്കെ ഒറ്റ വാചകത്തിലുണ്ട് എന്ന് പറഞ്ഞ ഇന്നലത്തെ മടക്കം ഒന്നും അവസാനിപ്പിക്കുന്നില്ല. നമ്മളോടുള്ള കണക്കുകൾ തുടങ്ങുക. ഹരി, ഇനിയിപ്പോ നമ്മൾ മുന്നോട്ട് എങ്ങനെയാ ജീവിക്കുന്നത്? പേടിക്കാതെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റുമോ? ഒന്ന് ഉറങ്ങാൻ പറ്റുമോ? പറ്റും, പറ്റണം. നിത്യ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാറില്ലേ? ആ രാത്രി ഓരോ വീട്ടിലും കിടന്നുറങ്ങുന്നവര് അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവര് ശാന്തമായിട്ട് ഉറങ്ങും. പൊട്ടി ഒലിച്ചു വരുന്ന വെള്ളവും പാറക്കെട്ടുകളും അവരെ എടുത്തുകൊണ്ടങ്ങ് പോവും. അതുപോലെ അങ്ങ് ചിന്തിച്ചാൽ മതി. ദുരന്തങ്ങളൊന്നും നമ്മൾ കാത്തിരിക്കരുത്. അത് വരുമ്പം വരട്ടെ. ജീവന് പകയില്ലാതിരിക്കാന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു മണ്ടൻ സ്വപ്നം മാത്രമാണ്. അയാള് വരട്ടെ. ഏത് രീതിയിൽ വേണമെങ്കിലും വരട്ടെ. നമ്മളെ കൊണ്ടാകുന്ന വിധത്തിലൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്യാം. അമ്മ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങള്. അപമാനം മാത്രം എനിക്കിവിടെ നിൽക്കുന്നതിനുള്ള കൂലി. അമ്മയുടെ പെരുമാറ്റം ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല. മോളെ, നിന്നെ ഇങ്ങോട്ട് അയക്കുമ്പോ അമ്മ നിന്നോട് പറഞ്ഞിരുന്നു, ചില കുത്തുവാക്കുകളൊക്കെ ഉണ്ടാവും. ബന്ധുക്കൾ എന്തെങ്കിലും ചോദിച്ചാ അത് സഹിക്കാമേ. പക്ഷെ ഇത് കൂടെ നിൽക്കുന്നവരല്ലേ നെഞ്ചി കുത്തുന്നേ. മനുവിന് നിന്നോട് പിണക്കൊന്നുമില്ലല്ലോ? ഇല്ല, മനു വളരെ നന്നായിട്ടാ പെരുമാറുന്നേ. മോള് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോഴത്തെ ഒരവസ്ഥയില് അമ്മയ്ക്ക് അങ്ങനെ പറയാനേ പറ്റൂ. പോകുന്നതിന് മുൻപ് ഇങ്ങനൊരു വരവ് അവനിങ്ങോട്ട് വരണ്ടായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാവരുടെയും നെഞ്ച് കത്തിച്ച് പോകുന്ന കൂട്ടത്തില് നിന്നെ മാത്രം വെറുതെ വിടണ്ടെന്ന് തോന്നിക്കാണും. അമ്മേ, അവനവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ അവരെല്ലാം വല്ലാതെ പേടിച്ചുപോയി. ഭക്ഷണം വാങ്ങിക്കഴിച്ച് ജ്യോതിയോട് യാത്ര പറഞ്ഞവൻ പോവുകയും ചെയ്തു. ജ്യോതിയോട് അവൻ പറഞ്ഞത് ഇനി അവൻ ആർക്ക് മുൻപിലേക്കും വരില്ല എന്ന്. അതെന്തുദ്ദേശത്തിലാണെന്ന് എനിക്കറിയില്ല. അവർ അന്ത മാതിരി എന്നതെല്ലാം ചൊല്ലിയിருக்கு. വെറുതെ ഇരിക്കും ശരവണ. എടാ ഹരി, ഭാർഗവൻ എന്തിനാ നിങ്ങളെ വിളിപ്പിച്ചേ? ഈ ജീവൻ അവിടെയും ചെന്നായിരുന്നോ? എന്താ ഹരി, ഒന്നും ഒളിച്ചു വെക്കാൻ നിങ്ങൾ നോക്കണ്ട. പരസ്പരം അറിയാത്ത ഒരു കാര്യവും വേണ്ട. ആന്റി, ജീവൻ ഇന്നലെ പാടത്തുണ്ടായിരുന്നു. പാടത്ത് നിൽക്കുന്ന ഞാനാണെന്ന് കരുതി ഭാർഗവൻ സാർ അടുത്ത് ചെല്ലുകയും ചെയ്തു. അപ്പോ
ഒന്നും മിണ്ടാതെ അവനവിടെ നിന്ന് പോയി. ഞങ്ങൾ പാടത്ത് ചെന്ന് നോക്കിയപ്പോ അമ്മ, ദാ. വിദ്യ, ഇതവിടെ ഉണ്ടായിരുന്നു. അത് ശരി. അപ്പോ ജ്യോതിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് യാത്ര പിരിച്ചെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ കരുതിയത് വല്ല മനമാറ്റവും വന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്ന. അങ്ങനെയല്ലല്ലോ. കൊടുക്ക പാക്കറ്റും ഇത് എന്നെ എഴുതിയിരിക്ക്. ഇതോ നീ നട്ടതൊക്കെ ഞാൻ വേരോടെ പിഴുതു. അയ്യോ അപ്പാ, അതായത് ഇപ്പോ ഈ കുടുംബത്തിന് ആശ്വാസം കൊടുക്കുന്നത് ഹരിയാണല്ലോ. ആ അതില്ലാണ്ടാക്കുന്ന ഈ പറയുന്നു. ഹരി, ഏതായാലും കുറച്ചു കാലത്തേക്ക് നമ്മളൊക്കെ ഒന്ന് സൂക്ഷിച്ചേ പറ്റൂ. ആ നമുക്ക് നോക്കാം ആൻറ്റി. പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തേക്ക്. ഉം. അതെങ്ങനെയാ സുജാതെ? ഈ കത്തെഴുത് ജീവനാണെന്ന് എന്താ ഉറപ്പെന്ന് ചോദിച്ചുകൊണ്ട് അവർ ചിലപ്പം ഹരിയായിരിക്കും ചോദ്യം ചെയ്യിക്കുക. ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല രാമകൃഷ്ണേട്ട, ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാ. ഓ